ADGP MR അജിത് കുമാറിനെ വീണ്ടും വിശിഷ്ട സേവന ശുപാർശ DGPയാണ് സർക്കാരിനോട് ശുപാർശ ചെയ്തത്. രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ നേരത്തെ 4 തവണ കേന്ദ്രം തള്ളിയിരുന്നു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, നേരത്തെ 4 തവണ ഈ ശുപാർശ കേന്ദ്രം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ADGP MR അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവനത്തിന് ശുപാർശ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? വിവാദങ്ങൾ ശക്തമാകുമ്പോഴാണ് ഇപ്പോൾ അജിത് കുമാറിനായി വീണ്ടും DGP ശുപാർശ നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ മെഡലിനായുള്ള ശുപാർശ 4 തവണ കേന്ദ്രം തള്ളിയിരുന്നു. പ്രധാനമായും വിശിഷ്ട സേവന പുരസ്കാരത്തിനാണ് സർക്കാരിന് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ 4 തവണ ഇത് തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് IB റിപ്പോർട്ട് എതിരായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രം കഴിഞ്ഞ 4 തവണ ഇത് തള്ളിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ മറ്റുള്ള അല്ലെങ്കിൽ പിന്നീട് അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയും അടക്കം ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും വിജിലൻസ് നേരത്തെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും തന്നെ തെളിവില്ല എന്ന വിജിലൻസ് റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച സാഹചര്യമുണ്ട്. സർക്കാർ ക്ലീൻ ചീറ്റ് നൽകിയ സാഹചര്യത്തിൽ വീണ്ടും ഈ റിപ്പോർട്ട്, അതായത് ഇത് വിശിഷ്ട സേവന ശുപാർശ കേന്ദ്രത്തിന് നൽകാവുന്നതാണ്. സർക്കാർ ഇനി അത് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മെഡലിന് വേണ്ടിയാണ് ഈ അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന ആക്ഷേപമടക്കം ഉയരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ വിശിഷ്ട സേവന പുരസ്കാരം തള്ളിയതിന് പിന്നാലെ തന്നെ സ്തുത്യർഹ സേവനത്തിനുള്ള പുരസ്കാരവും ADGP അജിത് കുമാറിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി 2 മാസത്തിന് ശേഷം DGP ആയി ഉയർത്തപ്പെടുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ വിശിഷ്ട സേവന പുരസ്കാരത്തിനായി ശുപാർശ നൽകിയിരിക്കുന്നത്. സർക്കാർ ഈ വിജിലൻസ് റിപ്പോർട്ടിലടക്കം ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും DGP ശുപാർശ നൽകിയിരിക്കുന്നത്. വൃന്ദ. ശരി വിനയ. കേരളത്തിന്റെ വികസനത്തിനായി കൺവെൻഷനുമായി BJP. വികസിത കേരളം കൺവെൻഷൻ ഈ മാസം 21-ന് ആരംഭിച്ച് മെയ് 10-ന് അവസാനിക്കും. കൺവെൻഷന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകും.